യാഥാർത്ഥ്യം പറഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് ആയിരക്കണക്കിന് എന്ന് പറയാൻ പറ്റില്ല, 1,00,000-ൽ കൂടുതൽ ആൾക്കാരെങ്കിലും കൊടും പട്ടിണിയിലാണ്. അവരുടെ ദൈനംദിന വേതനം എന്ന് പറയുന്നത് വളരെ കുറവാണ്. പ്രത്യേകിച്ചും ആദിവാസി ഊരുകളിലും അതുപോലെയുള്ള ചില ഗ്രാമപ്രദേശങ്ങളിലും താമസിക്കുന്നവർ. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? വേണ്ട രീതിയിൽ സെൻസസ് എടുത്തിട്ട് റേഷൻ കാർഡുകൾ ആവശ്യത്തിന് നൽകുക, BPL കാർഡുകൾ നൽകുക. BPL ഉയർന്ന ആൾക്കാർ, അതായത് പണമുള്ള ധനികർ അത് ഉപയോഗിക്കുന്നെങ്കിൽ അത് തടയുക. പിന്നെ നമ്മുടെ പാവപ്പെട്ടവർക്ക് പുഴുവരിച്ച അരിയെ കഴിക്കാൻ പറ്റൂ എന്നുള്ള ഒരു നിഗമനത്തിലൊന്നും നമ്മൾ എത്തേണ്ട കാര്യമില്ല. അവർക്ക് നല്ല രീതിയിലുള്ള ഫുഡ് കൊടുക്കുക. അതിനുള്ള രീതിയിൽ, അതായത് ആട്ടയാണെങ്കിൽ ആട്ട, അരി, പഞ്ചസാര, ഗോതമ്പ്, പിന്നെ വിളക്കുകൾ, വൈദ്യുതി കഴിയുന്നതും ആൾക്കാർക്ക് നൽകുക. ഇല്ലെങ്കിൽ അതിന് വേണ്ട രീതിയിലുള്ള മണ്ണെണ്ണ ഒക്കെ നമ്മുടെ റേഷൻ കടകൾ വഴി വിതരണം ചെയ്യണം. നമുക്കില്ലാഞ്ഞിട്ടല്ല, നമ്മൾ കാർഷികോൽപ്പന്നങ്ങൾ നന്നായിട്ടുണ്ടാക്കുന്നുണ്ട്, അത് എക്സ്പോർട്ട് ചെയ്യുന്നുമുണ്ട്. പിന്നെ എന്താണ് നമ്മുടെ രാജ്യത്തുള്ളവർ പട്ടിണി കിടക്കാൻ കാരണം? നിങ്ങൾ ഈ കാണുന്ന വോട്ടിൻ്റെ സമയത്ത് മാത്രം, ഇലക്ഷൻ സമയത്ത് മാത്രം അവരെ സമീപിച്ച് പഞ്ചാര വാക്കുകൾ പറയുകയും അവരുടെ അടുക്കളയിൽ നിന്നും കപ്പക്കഷ്ണങ്ങൾ എടുത്ത് കഴിക്കുകയും ചെയ്യുക മാത്രമല്ല ചെയ്യേണ്ടത്. ഈ പൊളിറ്റിക്സിലുള്ള യുവതലമുറയെങ്കിലും വല്ലപ്പോഴും ഇവരുടെ വീടുകൾ സന്ദർശിക്കുക. സന്നദ്ധ സംഘടനകളുടെ തുണ കൊണ്ട് മാത്രം എത്ര നാൾ അവർ മുന്നോട്ട് പോകും? വളരെയധികം അസുഖം പിടിച്ച, ക്യാൻസർ പോലെയുള്ള അസുഖവും അതുപോലെ സ്ട്രോക്കുമൊക്കെ പിടിച്ച ഒത്തിരി ആൾക്കാർ, പാവപ്പെട്ട നിലയിലുള്ളവർ നമ്മുടെ നാട്ടിലുണ്ട്. അവർക്ക് എന്താണ് സഹായം കിട്ടുന്നത്? തുച്ഛമായ ഒരു സഹായം അവർക്ക് നൽകിയാൽ അവരുടെ ചികിത്സയ്ക്ക് ആവശ്യമായിട്ടുള്ളതുണ്ടാകുമോ? എന്താ ചെയ്യുക? ഇങ്ങനെയാണല്ലോ ഈ നമ്മുടെ നാട് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ എല്ലാം വാരി തന്നിലേക്ക് എത്തുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ പൊളിറ്റീഷ്യൻസ് ആണെങ്കിൽ, രാഷ്ട്രീയക്കാരാണെങ്കിൽ അവർ ആകെ അവരുടെ മണ്ഡലത്തിലേക്ക് തിരിഞ്ഞു നോക്കുന്നത് ഒരു ഇലക്ഷൻ വരുന്ന സമയത്താണ്. പ്രിയങ്ക ഗാന്ധി ഇടയ്ക്കിടയ്ക്ക് വയനാട് വരുന്നുണ്ടാവും അല്ലേ? അതുപോലെ തന്നെ ഓരോ MPമാരും അവരവരുടെ മണ്ഡലങ്ങൾ വല്ലപ്പോഴുമൊക്കെ സന്ദർശിക്കുന്നുണ്ടാവുമല്ലോ. നമ്മുടെ ഏക BJP MP സുരേഷ് ഗോപി, അദ്ദേഹം MP ആയതിനു ശേഷം വളരെയധികം മാറ്റം അദ്ദേഹത്തിന് വന്നിട്ടുണ്ട്. അദ്ദേഹം ഇപ്പോൾ ആ എൻഡോസൾഫാൻ ബാധിതരായിട്ട് ദുരിതം അനുഭവിക്കുന്ന ആ കുടുംബങ്ങളെ ഇപ്പോൾ സന്ദർശിക്കാറുണ്ടോ? അതോ പറിച്ചു നടപ്പെട്ട കുടുംബങ്ങളെ അദ്ദേഹം നോക്കുന്നുണ്ടോ? അതോ അദ്ദേഹം വീണ്ടും സിനിമയിലേക്ക് ഇറങ്ങി വീണ്ടും ഒരു നടനുമായിട്ട് തീർന്ന് അദ്ദേഹം സ്വന്തം സ്ഥാനം സ്ഥാപിക്കുകയാണോ ചെയ്യുന്നത്? ശശി തരൂരിനെ കണ്ടിട്ട് കാലം കുറേയായി ഈ തിരുവനന്തപുരത്തുകാർ. അദ്ദേഹം കുറേ വാഗ്ദാനങ്ങളെന്നൊക്കെ നൽകിയാണ് ഇവിടെ നോട്ട് പിടിച്ചത്. പക്ഷേ എന്ത് ചെയ്യാം, അദ്ദേഹം ഇങ്ങോട്ടേ ഇല്ല. അദ്ദേഹം ഇൻ്റർനാഷണൽ പേഴ്സൺ അല്ലേ, സൈദ്ധാന്തികൻ. അതിന് മാത്രമേ അദ്ദേഹത്തിന് കൊള്ളുള്ളൂ. അദ്ദേഹത്തിന് പൊളിറ്റിക്സിലേക്ക് എടുക്കാനായിട്ട് പൊളിറ്റിക്സിന് പറ്റിയ ഒരു മനുഷ്യനല്ല അദ്ദേഹം. പ്രസംഗിക്കുവാനും പുസ്തകം എഴുതുവാനും സൈദ്ധാന്തികമായിട്ടുള്ള നോളേജുകൾ പകർന്നു നൽകാനും നല്ലൊരു മനുഷ്യനാണ്. അദ്ദേഹത്തെ ഒരു ഇൻ്റർനാഷണൽ തലത്തിലുള്ള എന്തെങ്കിലും ഒരു സംഘടനയിലേക്കാണ് പോകേണ്ടത്. അദ്ദേഹത്തെ കൊണ്ട് കേരളത്തിന് വലിയ ഉപകാരമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. പിന്നെ ആരോടാണ് ഇതൊക്കെ പറയുക? റോഡ് മുഴുവൻ, ഇന്നലെ നോക്കിയപ്പോൾ റോഡ് മുഴുവൻ ബ്ലോക്കാക്കി. അവിടെ മന്ത്രിമാർ, ഏതോ ഒരു മന്ത്രിയുടെ കാർ പോകുന്നു, എത്രയോ മണിക്കൂർ അവിടെ കിടക്കേണ്ടതായിട്ട് വന്നു. പിന്നെ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത ആ സംഭവത്തിൽ യഥാർത്ഥത്തിൽ പറഞ്ഞാൽ മതപരിവർത്തനം എന്ന് പറയുന്നത് ശിക്ഷാർഹമായിട്ടുള്ള ഒരു കാര്യമാണ്. അതിൻ്റെ നിജസ്ഥിതി മനസ്സിലായി കോടതിയിൽ കേസ് വന്ന് ആ കേസ് വിധിക്കുമ്പോൾ അപ്പോൾ ചിലപ്പോൾ അവർ പ്രകടനം നടത്തിയേക്കാം. പക്ഷേ 5 മണി സമയത്ത് ഓഫീസുകളും എല്ലാം വിട്ട് ആൾക്കാർ പോകുന്ന സമയത്ത് തിരുവനന്തപുരം പോലെയുള്ള ഒരു തലസ്ഥാന നഗരിയിൽ റോഡ് ബ്ലോക്ക് ചെയ്യുക, അതും പ്രധാന ഒരു പാർട്ട് പിള്ളയമ്പലം ജംഗ്ഷൻ, അവിടുന്ന് വേണം
നമുക്ക് കവടിയാർ, പേരൂർക്കട, നെടുമങ്ങാട്, വിതുര, അങ്ങ് പൊന്മുടി വരെ പോകാനും അതുപോലെ തന്നെ മറ്റു വഴികളിലേക്ക് വട്ടിയൂർക്കാവ് വരെ പോകാനും അങ്ങനെയൊക്കെയുള്ള വഴികളിൽ ആ റോഡ് ബ്ലോക്ക് ചെയ്ത് അവിടെ പ്രകടനം നടത്തുകയാണ്. പാവപ്പെട്ട വീട്ടമ്മമാർ, ഉദ്യോഗസ്ഥന്മാർ അവർ ജോലി കഴിഞ്ഞിട്ട് അവർ പെട്ടെന്ന് വിതുരയിലും അങ്ങ് പൊന്മുടിയുടെ അടുത്തുമൊക്കെ താമസിക്കുന്ന ആൾക്കാർ കാണും. അവരവിടെ എത്തിച്ചേരുമ്പോൾ ഒരു സമയമാവും. അതിവരറിയുന്നുണ്ടോ? ഇന്നലെ വൈദിക പടയും കന്യാസ്ത്രീ പടയുമായിരുന്നു അവിടെ മുൻപേ. അവർ പ്രകടനം നടത്തിക്കോട്ടെ. അത് ഒരു തിരക്കില്ലാത്ത ഒരു സമയത്ത് ഒരു സൈഡിൽ കൂടെ നടത്തിയാൽ പോരെ. ആ റോഡ് മുഴുവനായിട്ട് നിരത്തി അവരെന്തിനാണ് ബ്ലോക്ക് ചെയ്തത്? ഇവർ ക്രിസ്തുവിൻ്റെ ശിഷ്യർ തന്നെയാണോ? ക്രിസ്തു ഇങ്ങനെയാണോ പഠിപ്പിച്ചിട്ടുള്ളത്? അല്ല. സമാധാനം പഠിപ്പിച്ച ഒരാളിൻ്റെ പേര് പറ്റിട്ട് മുതലെടുക്കുന്ന ഇവരെ എന്താണ് ചെയ്യേണ്ടത്? ക്രിസ്തു പറഞ്ഞോ മതപരിവർത്തനം ചെയ്യാൻ? ഇഷ്ടംപോലെ ഒഴുക്കുണ്ടല്ലോ, ധനം ഒഴുക്കുണ്ടല്ലോ അന്യരാജ്യങ്ങളിൽ നിന്നും, എസ്പെഷ്യലി അമേരിക്കയിൽ നിന്നും മറ്റുമൊക്കെ. അപ്പോഴെന്തും ചെയ്യാം എന്നാകും. അവരെ അനുകൂലിച്ചുകൊണ്ട് ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഒരു സംഘടനയുടെ ഒരു പ്രസംഗവും ആൾക്കൂട്ടവും പാളയത്തും കണ്ടു. ശിക്ഷാർഹമായത് ശിക്ഷിക്കണം, ഇല്ലെങ്കിൽ ജനങ്ങൾ വീണ്ടും വീണ്ടും തെറ്റുകൾ ആവർത്തിക്കും. നമ്മുടെ രാജ്യത്തിന് തനതായ ഒരു സംസ്കാരമുണ്ട്. അതിൽ എല്ലാം അലിഞ്ഞുചേർന്ന സംസ്കാരമാണ്. ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ, പാഴ്സി, ജൈനർ, ബുദ്ധർ, അങ്ങനെ പല പല ആദിവാസി ഗോത്രങ്ങൾ എല്ലാം അലിഞ്ഞുചേർന്ന ഒരു സംസ്കാരം. അതിൽ നിന്നും വ്യതിചലിപ്പിച്ച് ഒരു പ്രത്യേക ദിശയിലേക്ക്, അതായത് ഒരു സെമറ്റിക് മതത്തിൻ്റെ ദിശയിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത് അത് മതപരിവർത്തനം അല്ലാതെ എന്താ പറയുക? ശിക്ഷാർഹമായ കുറ്റങ്ങൾക്കെല്ലാം ശിക്ഷ നൽകണം. അതിനുവേണ്ടി മുറവിളി കൂട്ടിയിട്ട് ഒരു കാര്യവുമില്ല. അതുപോലെ തന്നെ പാവപ്പെട്ടവൻ്റെ, അതായത് ദരിദ്രരായവരുടെ വീട്ടിൽ അന്നം നൽകണം. അവരുടെ വീട്ടിലും തീ കായണം. അവിടെ വീട്ടിലും കഞ്ഞിയെങ്കിലും അവർക്ക് കഴിക്കാനുണ്ടാകണം. നമ്മുടെ അട്ടപ്പാടിയിൽ മറ്റു പ്രദേശങ്ങളിലും ആദിവാസി ഗ്രാമങ്ങളിലും ശിശുമരണങ്ങളില്ലാതിരിക്കട്ടെ. ഗർഭിണികളായ സ്ത്രീകൾക്ക് ആവശ്യമുള്ള ന്യൂട്രീഷ്യസ് ഫുഡ് കിട്ടട്ടെ. ഇതൊക്കെ നമ്മൾ ഓർക്കുന്നുണ്ടോ? ഇലക്ഷൻ്റെ സമയത്ത് മാത്രം നമ്മൾ ഓടിയെത്തും അല്ലേ അവിടെ വോട്ട് ചെയ്യാനായിട്ട്. 100 വയസ്സായ അപ്പൂപ്പനെയും അമ്മൂമ്മയും പുറത്തേത്തി കൊണ്ടുവന്ന് വോട്ട് ചെയ്യിപ്പിക്കാൻ. അല്ലാതെ നിങ്ങൾ അറിയുന്നുണ്ടോ അവിടെ അവർ എന്ത് കഴിക്കുന്നുവെന്ന്? ഏതോ ഒരു വീഡിയോയിൽ ഞാൻ കണ്ടു. അടുത്ത വീട്ടിൽ നിന്നും അല്പം കഞ്ഞി വാങ്ങിച്ച് അത് 3 പ്രാവശ്യം, അല്പമായുള്ളൂ ആ വീട്ടിൽ, ഒരു ആദിവാസി വീടാണ്, ഒരു ചുരക്കെ ഇടിഞ്ഞ് പൊളിഞ്ഞ് ടാർപോളിൻ ഇത് കൊണ്ട് പുതച്ച ഒരു ചെറിയ ഒരു ഒറ്റമുറി വീട്. അതിനകത്ത് അവർ ആ കഞ്ഞി അടുത്ത വീട്ടിൽ നിന്ന് കുറച്ച് കഞ്ഞി വാങ്ങിച്ച് അതിന് വെള്ളം ചേർത്ത് 3 പ്രാവശ്യമായിട്ട് കഴിക്കുന്നു. ഉപ്പ് പോലും ഉണ്ടാകുമോ എന്നറിയില്ല. ഇതാണ് നമ്മുടെ രാജ്യത്തെ സ്ഥിതി. ധനികർ വീണ്ടും വീണ്ടും ധനികരായിക്കൊണ്ടിരിക്കുന്നു, ദരിദ്രർ വീണ്ടും വീണ്ടും ദരിദ്രരായിക്കൊണ്ടിരിക്കുന്നു. രാഷ്ട്രീയക്കാരെ ഒന്നോർക്കുക, ഇനിയും വരും ഇലക്ഷൻ.